പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത്. ഇന്ന് പോകാനുള്ള ഇടങ്ങളെയെല്ലാം, കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവേ, അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു. ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ത്രെഡ്മില്ലിനെ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ, ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നു. ഈശോയെ, കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. കർത്താവ്, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. സാമ്പത്തിക വിഷയമായാലും, തകർന്നുപോയ ഫാക്ടറി ആയാലും, കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും, പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും, അതുപോലെ തന്നെ ഏജന്റുമാർ പറ്റിച്ചവരായാലും, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടരെ കുഞ്ഞുനാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് 7 വയസ്സത്തോട് തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട്. ഈശോയെ, അവരെല്ലാം കറുത്തിരിക്കണുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണേ. ഈശോയെ, അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധ രക്തം കയറി ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും, സുന്ദരികളായി മാറും. കർത്താവെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജപ്തി നടപടിയെ, ആ പ്രമാണങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ, അവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമേ. കർത്താവ്, ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിതക്കുന്നു. ജയഘോഷ തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലെ കർത്താവെ, ജയഘോഷ തിരിച്ചു വരുവാൻ, പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ അങ്ങയുടെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ ഇട്ട് പോയിട്ടുണ്ടാകും. പോലീസ് പിടിക്കും, അത് വേറെ വിഷയം. പക്ഷെ ഫിലമെൻ്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താണ് ഒരു ലൈറ്റ് മാത്രം ഇട്ട് ഞങ്ങളുടെ വണ്ടിക്ക് ചില സമയത്ത് ഫിലമെൻ്റ്, പണ്ടത്തെ വണ്ടിക്ക് ഫിലമെൻ്റ് ഓഫായി പോകും. പിന്നെ വീട് പിടിക്കണ്ടേ, പിന്നെ മുന്നോട്ട് പോകും. പക്ഷെ എന്തായിരിക്കും സംഭവിക്കണത്? ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാറ് സ്ലോ ആവും. പിന്നെ 10-70 കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് 30 കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും. കാരണം ഒരു ലൈറ്റേ ഉള്ളു. അത് കാരണം ഭയങ്കര സ്ലോ വരും. നമ്മൾ ഒരു സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലം 2 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തത്തുള്ളൂ. ആ ഒരു സ്ലോ. ഇതുപോലെ തന്നെയാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ സ്ലോ ആകാൻ കാരണങ്ങൾ, ഉടമ്പടിക്കും 2 ലൈറ്റുകളുണ്ട്. ഒന്നെന്താണ്? ഹൗ ടു ഡു ഉടമ്പടി, എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത്. അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു ലൈറ്റാണത്. കർത്താവ് എപ്പോഴും സംസാരിക്കുന്നതും ഉടമ്പടി ധ്യാനത്തിൻ്റെ പുതിയ പുതിയ സാധ്യതകൾ വെളിവാക്കുന്നതും എല്ലാം ഉടമ്പടി ധ്യാനത്തിലല്ലേ. രണ്ടാമത്തെ ലൈറ്റ് എന്താണ്? അതൊരു ലൈറ്റാണ്. ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടത് പോലെയാണ്. അപസ്വയാവും, സംശയമില്ല. പല ആൾക്കാരും പറയും ഉടമ്പടി ധ്യാനം 20 മിനിറ്റ്, 2 മണിക്കൂർ. 2 മണിക്കൂറൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ 20 മിനിറ്റൊക്കെ ഉള്ളത്. അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി. 5 മിനിറ്റോ 10 മിനിറ്റോ കൂടിയാൽ മതി. അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താൽ മതി. പക്ഷെ അത് മനഃപൂർവ്വം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ഓഫായി പോകും. പിന്നെന്ത് ചെയ്യും? 70 കിലോമീറ്റേഴ്സ് പോകേണ്ട ഉടമ്പടി 30 കിലോമീറ്ററിലേക്ക് താഴും. ഇനി വേറെ ഒരു വിഷയം വെച്ചാൽ, ചില ആൾക്കാർ സാക്ഷ്യം, പിന്നെയുള്ള ലൈറ്റ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ്. ഇപ്പോൾ നമ്മൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ പത്രം കൊടുക്കുന്നു, പ്രഘോഷണം ചെയ്യുന്നു, അതുപോലെ തന്നെ ആതുരസേവനം ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയെല്ലാം കിട്ടണ എവിടെ നിന്നാണ്? ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത്. പ്രബോധനങ്ങളാണ് അതെല്ലാം കൂടി ഒരുമിച്ചൊരു പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റാണ്. പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ, ധ്യാനം ഉൾപ്പെടെ, അതെല്ലാം കൂടി പ്രബോധനത്തിൻ്റെ ഒരു വിഭാഗമാണത്. പിന്നെ വരണത് എന്താണ്? സാക്ഷ്യമാണ്. അതും ലൈറ്റാണ്. സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അനുപേക്ഷണീയമായ അവരവരുടെ സാക്ഷ്യങ്ങളുണ്ട്. ആ സാക്ഷ്യങ്ങൾ തിരഞ്ഞാണ് ആൾക്കാരെ കാണുന്നത്. അപ്പം ഈ സാക്ഷ്യം, ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല, അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രശ്നമാണ്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കണില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നു, പിന്നെ വിസ പ്രോസസ് ചെയ്ത് വരണില്ല, ഇതെല്ലാം ഇത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒന്നുമല്ല. 5-6 പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന, തമ്മിൽ കണക്ട് ചെയ്ത, നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരണത്. അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ 1 by 1 ആയിട്ട് എങ്ങനെയാണ് മാതാവ് ഈ കുരുക്കളെല്ലാം അഴിച്ചഴിച്ച് എടുത്തത്, അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാണത്. അതുതന്നെയല്ല, ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ്. അതാണ് അതൊരു ലൈറ്റാണത്. അപ്പോൾ ഉടമ്പടിക്ക് 2 ലൈറ്റുണ്ട്. ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ലൈറ്റും, രണ്ടാമത്തത് സാക്ഷ്യത്തിൻ്റെ ലൈറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ണനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോഴെന്ത് പറ്റും? സ്ലോ ആയിപ്പോവും. സ്ലോ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന്
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കാരണം രണ്ടാമതൊരു പരീക്ഷ എഴുതാൻ മാത്രം, രണ്ടാമത് പൈസ അടച്ച് പരീക്ഷ എഴുതാൻ മാത്രമുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒന്നുമില്ല. ഞങ്ങൾ സാമ്പത്തികമായി ഇച്ചിരി പിന്നോട്ടുള്ള കുടുംബം തന്നെയാണ്. അപ്പം അതിനുവേണ്ടി പൈസ മുടക്കാനില്ല. അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മ എനിക്കത് തരണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു, കൊന്ത ചെല്ലുമായിരുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചെല്ലുമായിരുന്നു, പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് ചെല്ലുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുമായിരുന്നു. റിസൾട്ട് വന്നപ്പം അമ്മ എനിക്ക് ആവശ്യമുള്ളതിലും നല്ല സ്കോർ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട് പാണത്തൂർ, കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളാണ് വീട്ടിലുള്ളത്. അപ്പം എൻ്റെ അനിയത്തി കെട്ടിച്ചിരിക്കുന്നത് പിറവത്താണ്. അപ്പം ഞങ്ങൾ 2 പേരും നാട്ടിലായതുകൊണ്ട് അപ്പനും അമ്മയും തന്നെയാണ് അവിടെ. അപ്പം ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് അവരെ എങ്ങനെയെങ്കിലും ആ സ്ഥലം വിട്ടിട്ട് നാട്ടിലോട്ട് കൊണ്ടുവരണം, അവരെ ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നത്. പക്ഷേ കുറേ ആൾക്കാർ വന്ന് വീട് നോക്കും, എല്ലാവരും ഇഷ്ടപ്പെട്ടു പോകും, പക്ഷേ ആരും പിന്നീട് വരില്ല. 2 പ്രാവശ്യം ടോക്കൺ വരെ തന്നു. ഒരു പ്രാവശ്യം 2 ലക്ഷം രൂപ അഡ്വാൻസും തന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കത് സ്ഥലം വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ മുടങ്ങി കിടക്കുകയായിരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായിട്ട് വെച്ചിരുന്നത് സ്ഥലം വിൽപ്പനയുടെ കാര്യമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസമാകുന്നതിന് മുൻപ്, 1 മാസത്തിൻ്റെ തലേ ദിവസം, അതായത് നവംബർ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഡിസംബർ 3-ാം തീയതി എനിക്ക് അമ്മ മാതാവ് ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടത്തി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഡിസംബർ 3-ാം തീയതി കച്ചവടം ഉറപ്പിച്ചെങ്കിലും നടന്നില്ലായിരുന്നു. അന്നേരം അമ്മയ്ക്കൊക്കെ ഒരു സംശയമായിരുന്നു, ഇങ്ങനെ ഇനിയും അത് പല പ്രാവശ്യവും ഇങ്ങനെ സ്ഥല കച്ചവടം വന്ന് മാറിപ്പോയത് കാരണം ഇനി അത് മാറിപ്പോവോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഡിസംബർ മാസത്തിൽ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയപ്പം ഞാൻ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണവും ചൊല്ലി വീടിന് ചുറ്റുവിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. 3 മാസത്തിനുള്ളിൽ ആ സ്ഥലത്തിൻ്റെ എഴുത്തും കാര്യങ്ങളും എല്ലാം നടന്നു. അവർക്ക് അവിടെ നിന്ന് സ്ഥലം വിറ്റ് ഇപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നു. 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ചാച്ചൻ മദ്യപിക്കുമായിരുന്നു. മദ്യപിച്ച് വഴക്കൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല, എന്നാലും നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. 40 വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു. ചാച്ചന് ഇടയ്ക്ക് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഹാർട്ടിന് ബ്ലോക്കൊക്കെ 2-3 പ്രാവശ്യം അറ്റാക്കൊക്കെ വന്നിരുന്നു. അന്നേരമൊക്കെ ഡോക്ടർമാർ മദ്യപാനം നിർത്തണമെന്ന് പറയും. നിർത്തണമെന്ന് പറഞ്ഞാലും പക്ഷേ നിർത്താൻ പറ്റില്ല. ആൾക്ക് പിന്നെ ആരെങ്കിലും ഫ്രണ്ട്സ് വിളിക്കുമ്പം കൂടെ പോയി കുടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അതും എൻ്റെ ഒരു ഉടമ്പടി നിയോഗമായി വെച്ചിരുന്നു. അങ്ങനെ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചാച്ചൻ്റെ 40 വർഷമായിട്ടുള്ള മദ്യപാനവും നിന്നു. ഇപ്പം ഒരു 5-6 മാസമായിട്ട് ചാച്ചൻ കുടിക്കുന്നില്ല.
5 മാസമായിട്ട് ചാച്ചൻ കുടിക്കുന്നില്ല. പിന്നെ അടുത്തത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടുള്ള സാക്ഷ്യമാണ്. ഒന്നാമത്തെ സാക്ഷ്യം അതിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ 3ാമത്തെ കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഡൗൺ സിൻഡ്രം ഉണ്ടെന്ന്. ആ കുട്ടിക്ക് കൂടെ ഇങ്ങനെ പനിയും ജലദോഷവും ചുമയൊക്കെ വരുമായിരുന്നു. അവൾക്ക് മൂക്കിൻ്റെ ദ്വാരം ചെറുതായതുകൊണ്ട് ജലദോഷമൊക്കെ വന്നാൽ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം രാത്രിയിൽ അവൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക, ചുമ നിർത്തുന്നേ ഇല്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നത്. ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി, അതുപോലെ തന്നെ വെഞ്ചിരിച്ച തേന് നാവിലൊഴിച്ചു കൊടുത്തു, പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ ചുമ ശമിച്ചു. പിന്നെ അവൾ സുഖമായിട്ട് കിടന്നിറങ്ങി. അതുപോലെ തന്നെ എൻ്റെ മൂത്ത 2 കുട്ടികൾക്ക് പനി വന്നതിന് ശേഷം ഭയങ്കര എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴത്തേനും ഭയങ്കര വോമിറ്റിംഗ് സെൻസേഷനായിരുന്നു. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ കൊടുത്തു. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പം ആ ബുദ്ധിമുട്ടും അവർക്ക് മാറിക്കിട്ടി. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ട് പോയതിന് ശേഷം ഞാൻ കാനഡ ഇമിഗ്രേഷന് നോക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ECA എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷനും കാനഡ എഡ്യൂക്കേഷനും ഈക്വലായാണ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിന് ഞാൻ +2 വരെ കർണാടക ബോർഡിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ +2വിൻ്റെ ECA ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർ പോയിരുന്നു. ബാംഗ്ലൂർ ചെന്ന് ഞാൻ പോയപ്പം ഉടമ്പടി ഉപ്പും കാശ് രൂപയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഓഫീസിലോട്ട് കയറുന്നതിന് മുൻപ് ഉടമ്പടി ഉപ്പ് ഡോറിൻ്റെ സൈഡിലിട്ട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ECA റിപ്പോർട്ട് ശരിയാക്കി തരണമേന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ECAയുടെ കാലാവധി എന്ന് പറയുന്നത് 15 വീക്സ് എടുക്കും ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളവിടെ ബോർഡിൽ കൊണ്ടുപോയി കൊടുത്ത് ഒരാഴ്ചയ്ക്ക് ശേഷമേ അവർ അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്ത് മെയിൽ അയക്കുകയുള്ളൂ. അപ്പം ഞാൻ ചെന്നപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, എത്ര ദിവസം എടുക്കും ശരിയാവാൻ, ഉടനെ ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും, ശരിയായി കഴിയുമ്പോൾ നിങ്ങളെ വിളിക്കും, അന്നേരം വന്നാൽ മതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മേടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് തിരിച്ചു പോരാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി, ഒന്നുകൂടെ പോയി ചോദിക്കുക, ഉടനെ ശരിയാക്കി കിട്ടുമോയെന്ന് പിന്നെ ഞാൻ തിരിച്ചു കയറി ഞാൻ കാശ് രൂപം മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി അവിടെ ഇരുന്ന് 3 ഓഫീസേഴ്സിനോട് ചോദിച്ചു, ഒന്ന് ഉടനെ ശരിയാക്കി തരാൻ പറ്റുമോ, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്, എനിക്ക് 3 പിള്ളേരുണ്ട്, ഞാൻ അവരെ ഇട്ടിട്ടാണ് വരുന്നത്, അപ്പോൾ ഇനി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാവുന്ന ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, ഒരാഴ്ച കഴിയുമ്പം വിളിക്കും, അന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി വരാന്തയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ നിന്ന്, എനിക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പം പിയൂൺ അതിലേ വന്നു, എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അപ്പുറത്ത് മാഡം ഇരിപ്പുണ്ട്, മാഡത്തിനോടൊന്ന് പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ മാഡത്തിൻ്റെ അടുത്തോട്ട് ചെന്നപ്പം മാഡം ഫോൺ വിളിച്ച ആരോണ്ടോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ എങ്ങനെ ഈ മാഡത്തോട് ഇങ്ങനെ ചെന്ന് പറയുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിലോർത്തു. എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കാശ് രൂപം മുറുകെ പിടിച്ച് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മാഡം ഞാനിങ്ങനെ കേരളത്തിൽ നിന്നാണ് വരുന്നത്, എൻ്റെ ECAക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, എപ്പോഴാണ് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവിടെ അപ്പുറത്തെ ഓഫീസിൽ കൊടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എന്നോട് ചോദിച്ചു, 10,500 ഫയൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാത്രം ചെയ്തു തരണമെന്ന് പറയുന്നത് എന്നാ ന്യായവാ, നിങ്ങൾക്കിങ്ങനെ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് എന്നോട് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ തിരിച്ചു പോകണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല, എനിക്ക് തിരിച്ച് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ തന്നെ നിന്നു.
2 മിനിറ്റ് കഴിഞ്ഞപ്പം ആ മാഡം വളരെ ശാന്തമായിട്ട് ആ ഓഫീസറെ വിളിച്ച് പറഞ്ഞു, ഈ കുട്ടിയുടെ പേപ്പർ ഒന്ന് പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഓഫീസർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, മാഡം ഇത് 2002 ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്, അപ്പോൾ തപ്പിയെടുക്കണേ സമയമെടുക്കും, നാളത്തേന് റെഡിയാക്കി കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവിടെ എൻ്റെ ഒരു ആൻറ്റിയുടെ വീടുണ്ടായിരുന്നു, അവിടെ പോയി സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസത്തേന് എൻ്റെ ടിക്കറ്റും ഒക്കെ ബുക്ക് ചെയ്തു. ഞാൻ 3 മണിയായപ്പം ഓഫീസിൽ ചെന്നു. ഓഫീസിൽ ചെന്നപ്പം പറയുകയാണ്, ആ ഓഫീസർ വേറെ അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റി ബോർഡിൽ വേറെ എന്തോ വർക്കുണ്ടായിട്ട് പോയിരിക്കുകയാണ്, ഇന്ന് ഹാഫ് ഡേ ലീവാണ്, ഉച്ച കഴിയുമ്പം വരുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വിശ്വാസ പ്രമാണവും ചൊല്ലി കൊന്തയും ചൊല്ലി 4:30 വരെ വെയിറ്റ് ചെയ്തു. 4:30 ആയപ്പോൾ എന്നോട് അവിടുത്തെ പിയൂൺ വന്ന് പറഞ്ഞു, സാർ ഇന്ന് വരികയില്ല, ഇന്ന് പൊക്കോ, ഇനി നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, പിള്ളേരൊക്കെ വീട്ടിലുണ്ട്, എനിക്കിന്ന് പോകണം, എന്നോട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഞാൻ പുറത്ത് പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് അവിടെ നിന്ന് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നപ്പം ആ മാഡം അതിലേ ഇറങ്ങി വന്നു, വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി വന്നു. എന്താണേലും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, കൊച്ചിൻ്റെ പേപ്പർ ഇതുവരെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല മാഡം, ഇന്ന് സാറ് ലീവാണെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മാഡം അകത്ത് പോയി ഫോൺ എടുത്ത് ആ വെരിഫിക്കേഷൻ ഓഫീസറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ പറഞ്ഞിരുന്നതല്ലേ ആ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് ശരിയാക്കി കൊടുക്കാമെന്ന്, പിന്നെ എന്താണ് വരാത്തതെന്ന് ചോദിച്ചു. അപ്പം ആ ഓഫീസർ പറഞ്ഞു, അപ്പുറത്തെ യൂണിവേഴ്സിറ്റിയിലെ വർക്ക് തീർന്നിട്ടില്ല, ഇന്ന് തീരത്തില്ല, നാളെ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാഡം പറഞ്ഞു, പോരാ, താൻ ഇന്നലെ വാക്ക് കൊടുത്തതല്ലേ, വന്ന് ശരിയാക്കി കൊടുത്തിട്ട് പോയിട്ട് ബാക്കി വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റിനുള്ളിൽ ആ വെരിഫിക്കേഷൻ ഓഫീസർ അവിടെ വരികയും എൻ്റെ ECAയുടെ വെരിഫിക്കേഷൻ ചെയ്ത് തരികയും എനിക്ക് ആ പേപ്പർ റെഡിയാക്കി പിറ്റേ ദിവസം തന്നെ എനിക്ക് എൻ്റെ പേപ്പർ റെഡിയാക്കി തരികയും ചെയ്തു. ഇതെനിക്ക് അമ്മ മാതാവിൻ്റെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് വരാൻ വേണ്ടി 15 വീക്സാണ് അതിൻ്റെ സമയം പറയുന്നത്. എനിക്ക് ആ പേപ്പർ 2 ആഴ്ച കൊണ്ട് വെരിഫിക്കേഷൻ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി. അതുപോലെ തന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്. അപ്പോൾ അവൾ നടക്കുകയൊന്നുമില്ലായിരുന്നു. 2-2.5 വയസ്സായപ്പോഴും നടക്കുകയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അയലോക്കത്തുള്ള ചേച്ചി എന്നോട് പറഞ്ഞു, ജപമാല റാലിക്ക് കൊച്ചിനെയും കൊണ്ട് നടക്കാമെന്ന് നേർന്നാൽ മതി, അപ്പം കൊച്ചു നടന്നോളും, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, അടുത്ത വർഷം 2022 ഒക്ടോബറിൽ ഞാൻ ജപമാല റാലിക്ക് എൻ്റെ കുട്ടിയും കൂട്ടി വന്നോളാം. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് അന്ന് തൊട്ട് കൊച്ച് ചെറുതായിട്ട് നടക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ 2022 ജപമാല റാലിക്ക് കുട്ടിയെ കൊണ്ട് വരികയും ജപമാല റാലിയിൽ മുഴുവൻ പങ്കെടുക്കുകയും ചെയ്തു. ഇപ്പം അവളെ മിടുക്കിയായിട്ട് ഓടി നടക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങളും തന്ന തിരുക്കുമാരനും അമ്മ മാതാവിനും ഒത്തിരി നന്ദി. ഇന്ന് ഈ ആൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ച ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് കിട്ടിയ അവസരത്തിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി, സ്തുതി, സ്തോത്രം ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ അഗസ്റ്റിൻ. ഞാൻ ഗുജറാത്തിൽ ബറോഡയിലുള്ള സെൻറ്റ് അൽഫോൺസ ചർച്ച് ശംഷദാബാദ് രൂപതയിൽ നിന്നും വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 4 അന്നിവിടെ വരുന്ന സമയത്ത് ഞാൻ വളരെ വിഷമത്തോടെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും ഓരോ കാര്യങ്ങൾക്കായിട്ട് പോയതും. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മകൾക്ക് ഒരു ഓസ്റ്റിയോപൊറോസിസ് എന്നൊരു അസുഖമുള്ളതായിട്ട് അവിടെ പല രോഗം ബുദ്ധിമുട്ടുകൾ കാരണം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡിറ്റക്റ്റായി.
അതനുസരിച്ച് ഞങ്ങൾ വളരെ വിഷമത്തിലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവളെൻ്റെ കൂടെ ഇല്ലെങ്കിലും അവളുടെ ഫോട്ടോയിലേക്ക് ഞാൻ എന്നും ആ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കുഞ്ഞിന് ആ രീതിയിലുള്ളതായ അവൾക്ക് ആ അസുഖത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നതിനും അവളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനും ആ കൊച്ചു കുഞ്ഞിനെയാണെങ്കിലും എടുത്തുകൊണ്ട് അവൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള കൃപയും കഴിവും എല്ലാ അനുഗ്രഹവും ഈശോയും മാതാവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവൾ ഇന്നും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അസുഖത്തിന് അടിമയായിട്ടുള്ള ഒരു സാധാരണഗതിയിൽ ഒരു കുഞ്ഞിന് ഇത്രയൊക്കെ ചെയ്യാനൊന്നും പറ്റത്തില്ല. അവൾക്ക് അതിൻ്റെതായ ഒരു ക്ഷീണമോ അസ്വസ്ഥതയോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നാതെ കുഞ്ഞിനെ അമ്മ കാത്തുകൊള്ളുന്നുണ്ട്. പിന്നെ അവളുടെ ജീവിതത്തിൽ ചില ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കാരണം വളരെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ. എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ വിഷമിച്ചിരുന്ന സമയത്താണ് ഇവിടെ വന്നത്. ആ പരിഹാരത്തിലും ഞങ്ങൾക്ക് വളരെ നല്ല ആശ്വാസവും ശാന്തിയും കിട്ടി. ഇന്ന് നല്ല ദൈവികമുള്ളൊരു കുടുംബമായിട്ട് കുഞ്ഞ് പ്രാർത്ഥനയിലും ദൈവൈക്യത്തിലും അവർ നന്നായിട്ട് ജീവിച്ച് സന്തോഷത്തോടെ അവർ ജീവിച്ച് കാണുന്നതിന് പരിശുദ്ധമ്മ ഞങ്ങൾക്ക് ഇടയാക്കി തന്നു. ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് കോടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും പരിശുദ്ധമ്മയ്ക്ക് അർപ്പിക്കുന്നു. പിന്നെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ പ്രോസ്ട്രേറ്റിൻ്റെ പ്രോബ്ലം കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. രാത്രിയിൽ പലവട്ടവും എഴുന്നേറ്റ് പോകാനും ഒരു യാത്രയിലൊക്കെ ആണെങ്കിലും പലവട്ടവും വെളിയിൽ എഴുന്നേറ്റ് മൂത്രമൊഴിക്കേണ്ടതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി തൈലമൊക്കെ എടുത്ത് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെയും ഒത്തിരി കുറഞ്ഞു. ഉടനെ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബറോഡയിൽ തിരിച്ചു ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ യാതൊരു ഓപ്പറേഷൻ്റെയും ആവശ്യമില്ല, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ഡോക്ടർ ചോദിച്ചത്. അപ്പോൾ ഡോക്ടറോട് ചേട്ടൻ എന്താണ് ഉത്തരം കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെ എക്സസൈസും കാര്യങ്ങളും തൈലമൊന്നും അവർക്കൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിന് ഒരു ഓപ്പറേഷനും ഇതുവരെയും ചെയ്തിട്ടില്ല. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ എനിക്കാണെങ്കിൽ 30 കൊല്ലം